ബൈബിളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അതാണ് ഇവിടെ അറിയിക്കുന്നത്. ലോകസൃഷ്ടിയിൽ ത്രിത്വത്തിൻ്റെ സംഗമം ഉണ്ടായിരുന്നത്, അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അതിൽ ഒരാളാണ് പരിശുദ്ധാത്മാവ്. ഉൽപ്പത്തി 3:22 വാക്യം, നന്മ തിന്മകളെ തിരിച്ചറിയും വിധം ഇവർ നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു എന്ന് വചനം അറിയിക്കുന്നുണ്ട്. ഇതിൽ നമ്മിൽ എന്ന് പറയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിവയുടെ സംഗമത്തെയാണ്. ഉൽപ്പത്തി 1:2 വാക്യങ്ങൾ, ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിൽ ഇരുളുണ്ടായിരുന്നു. ജലത്തിന്മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് അറിയിച്ചിരിക്കുന്നത്. യോഹന്നാൻ 14:26, പിതാവ് എൻ്റെ നാമത്തിൽ നിങ്ങൾക്കയക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ അവർ വരുമ്പോൾ നിങ്ങൾ ഉപദേശിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. യേശു തൻ്റെ അപ്പോസ്തലന്മാരോട് അറിയിച്ച കാര്യങ്ങൾ. അത് അവർ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവർ നിങ്ങളെ പഠിപ്പിക്കും. കൂടാതെ യേശു പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തും. എന്തുകൊണ്ടാണ് യേശു പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും നിങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് പറഞ്ഞത്? അതൊരു അടയാളമാണ്. ഞാനാണ്, എൻ്റെ പിതാവാണ് പരിശുദ്ധാത്മാവിനെ അയക്കുന്നത്, എൻ്റെ നാമത്തിലാണ് അയക്കുന്നത്. അത് നിങ്ങൾക്കൊരു അടയാളം തന്നിരിക്കുകയാണ്. എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബോധ്യപ്പെടുത്തും. അപ്പോൾ അറിയാം. യോഹന്നാൻ 16 7-11 വാക്യങ്ങൾ, യേശു, ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. പോയാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്കയക്കും. അവർ വന്ന് പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. യേശു പോയതിന് ശേഷമാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. പോയില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വരില്ല. പോയാൽ ഉടനെ അയക്കും. അവർ വന്നാൽ ലോകത്തിനോട് ബോധ്യപ്പെടുത്തണം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2:4. ഇവിടെ പെന്തക്കോസ്ത് ദിനത്തിൽ അപ്പോസ്തലന്മാരും സ്ഥലനിവാസികളും ചേർന്ന് ഒരു മാളിക മുറിയിൽ ഒന്നിച്ചു കൂടിയിരുന്നു. ഇത് സഭയുടെ തുടക്കമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവരിലുണ്ടായി. അവരെല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞവരായി. ആത്മാവ് തങ്ങൾക്ക് ഉച്ചരിക്കാൻ നൽകിയ വിധത്തിൽ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അവർക്ക് പോലും അറിയാത്ത ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. അതായത് പുതുഭാഷകൾ സംസാരിക്കും പരിശുദ്ധാത്മ വരുമ്പോൾ. നമ്മൾക്ക് പോലും അറിയാത്ത ഭാഷകൾ അവരുടെ സാന്നിധ്യത്തിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങും. അതാണ് അവിടെ മാളിക മുറിയിൽ പെന്തക്കോസ്ത് ദിനത്തിൽ സഭാരംഭത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടായപ്പോൾ അവർക്കുണ്ടായത്. അപ്പോസ്തല പ്രവൃത്തികൾ 1:8,
പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോൾ നിങ്ങൾ യെരുശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ ഹൃദയോളവും നിങ്ങൾ സാക്ഷികളായിരിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നമ്മൾ ശക്തിയുള്ളവരായിരുന്നു അവരുടെ സാന്നിധ്യത്തിൽ. അപ്പോൾ അവിടെ എല്ലായിടത്തും നിങ്ങൾ സാക്ഷികളായിരിക്കും. ശക്തി പ്രാപിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ സാക്ഷികളാകുന്നത്. ഗലാത്യർ 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ. ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ ആത്മീയ ഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സത്യത്തിൽ കർത്താവിൻ്റെ വചനങ്ങളെ അറിയിക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ ആത്മീയ ഫലങ്ങൾ എന്താണെന്ന് നോക്കാം. അത് വിശ്വാസം, സ്നേഹം, ശാന്തി, സമാധാനം, സന്തോഷം, ദയ, ദീർഘക്ഷമ, പരോപകാരം, ഇന്ദ്രിയജയം മുതലായവയാണ്. അതായത് 9 ആത്മീയ ഫലങ്ങളാണ്. ഇത് നമ്മിൽ ഉള്ളവരായിരിക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ വചനങ്ങളെ നമുക്ക് പറയാനുള്ളൊരു യോഗ്യതയുള്ളൂ. ഈ ആത്മീയ ഫലങ്ങൾ നമ്മളുണ്ടായിരിക്കണം. ഇതിന് എതിരായി ഒരു ന്യായപ്രമാണവും ഇല്ല, ഒരു നിയമവും ഇല്ല. ഇതാണ് കർത്താവിൻ്റെ ആത്മീയ ഫലങ്ങൾ. 9 ഫലങ്ങളാണുള്ളത്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 4 മുതൽ 11 വരെ വാക്യങ്ങൾ. ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് 9 വരങ്ങളുണ്ട്. അത് വിശ്വാസം, പ്രവചനം, ജ്ഞാനം, പരിജ്ഞാനം, അത്ഭുതം, രോഗസൗഖ്യം, ആത്മാവിനെ വിവേചിച്ചറിയാനുള്ള വരം, പുതുഭാഷകൾ സംസാരിക്കുന്ന വരം, വ്യാഖ്യാനവരം, അവയാണ് 9 കൃപാവരങ്ങൾ. നേരത്തെ പറഞ്ഞ ആത്മീയ ഫലങ്ങളും 9 കൃപാവരങ്ങളും നിറഞ്ഞ ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ പ്രവചിക്കുന്നത്. കർത്താവിൻ്റെ സുവിശേഷം പ്രവചിക്കാൻ യോഗ്യനായവർ. ഇതാണ് അടിസ്ഥാനം, ഒരു സുവിശേഷകൻ്റെ അടിസ്ഥാനം. ഇത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഈ സുവിശേഷം ചെയ്യാൻ കഴിയുകയുള്ളൂ. ലൂക്ക 3-ാം അധ്യായം 22-ാം വാക്യം. അതിൽ യോഹന്നാൻ സ്നാപകൻ്റെ സാന്നിധ്യത്തിൽ നദിക്കരയിൽ കൂടിയിരുന്നവരെല്ലാം സ്നാനപ്പെട്ടു. യേശുവും വന്ന് സ്നാപക യോഹന്നാനാൽ സ്നാനപ്പെട്ടു. പ്രാർത്ഥിച്ചശേഷം പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. അപ്പോൾ സ്വർഗത്തിൽ നിന്നും, നീ എൻ്റെ പുത്രൻ,
ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള വചനം ഇവിടെ ഉണ്ടായി. ശബ്ദം ഇവിടെ കേട്ടു. ഇവിടെ പരിശുദ്ധാത്മാവ് സ്നാനപ്പെട്ടതിന് ശേഷമാണ് യേശുവിൻ്റെ മേൽ പ്രാവുന്ന രൂപത്തിൽ, ദേഹരൂപത്തിൽ പ്രാവുന്ന പോലെ ഇറങ്ങി വരുന്നത്. അതിനു മുമ്പ് പരിശുദ്ധാത്മാവിടെ സ്ഥാനമില്ല. സ്നാനപ്പെട്ടതിന് ശേഷമാണ്, അതായത് ഒരാൾ ശുദ്ധീകരിക്കുമ്പോഴാണ്, രക്ഷിക്കപ്പെടുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ യേശു രക്ഷിക്കപ്പെടുകയല്ല, അവർ ദൈവം തന്നെയാണ്. നമ്മൾക്ക് വേണ്ടി ഒരു മാതൃകയായതാണ്. ഇത് നമ്മളാണ് ചെയ്യുന്നതെങ്കിൽ പരിശുദ്ധാത്മ വരുന്നത് സ്നാനപ്പെട്ടതിന് ശേഷമാണ്. അതിനു മുമ്പ് പരിശുദ്ധാത്മാവ് നമ്മൾ വരികയില്ല. യഥാർത്ഥത്തിൽ നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് നമ്മൾ സ്ഥാനമുള്ളൂ. ശുദ്ധീകരിക്കപ്പെട്ട ശേഷം 1 കൊരിന്ത്യർ 6:19 നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമെന്നും നിങ്ങളെ വിലക്കി വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താങ്ങൾക്കുള്ളവർ അല്ല എന്നും അറിയുന്നില്ലയോ. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. കാരണം നിങ്ങളുടെ ശരീരം ദൈവാലയമാണ്. അത് നിങ്ങൾ നശിപ്പിക്കാതെ സൂക്ഷിക്കണം. 6:19 പറയുന്നത് നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദൈവാലയമാണ്. അപ്പോൾ എത്ര പവിത്രതയോടുകൂടി നമ്മൾ ജീവിക്കണം എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് ഇവിടെ അറിയിച്ചത്. അതായത് ഒരുവൻ സ്നാനപ്പെട്ടതിന് ശേഷമാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ വരിക. കാരണം നാം യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ശേഷമേ പരിശുദ്ധാത്മാവ് നമ്മിൽ സ്ഥാനമുള്ളൂ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ കാലമാണിപ്പോൾ. അതായത് പിതാവിനൊരു കാലമുണ്ടായിരുന്നു, പുത്രനൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കാലമാണ്. അതായത് അവരെക്കുറിച്ച് സുവിശേഷം അറിയിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. അതായത് ആത്മാവിൻ്റെ ഫലങ്ങളാലും കൃപാവരങ്ങളാലും നിറയപ്പെട്ട് നാം സുവിശേഷം അറിയിക്കാൻ യോഗ്യരാകുന്നു. ക്രിസ്ത്യാനികൾ അതിൻ്റെ സഭാ നടത്തിപ്പും പരിശുദ്ധാത്മാവിൻ്റെ നിർണായകത്വം ആവശ്യമാണ്.